വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഹോം തിയേറ്റർ വണ്ടികളിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഹോം തിയേറ്റർ വണ്ടിയിൽ ഉപയോഗിക്കണമെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ അതിന്റെ പവർ സപ്ലൈയിൽ വരുത്തേണ്ടതുണ്ട്. അപ്പൊ ഇത് അതുപോലുള്ള ഒരു ഐബലിന്റെ ഹോം തിയേറ്റർ ആണ്. ഇത് വീടുകളിൽ ഉപയോഗിക്കാവുന്ന ഹോം തിയേറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ബോർഡ് ഫുൾ ഡെഡ് ആയപ്പോൾ ഇതിന്റെ വൂഫർ 8 ഇഞ്ച് വൂഫർ ആണ്. അപ്പൊ അത് നമ്മൾ വണ്ടിയിൽ ഉപയോഗിക്കാവുന്ന ഒരു കാറിൽ ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് സിലിണ്ടർ സബ് വൂഫർ ആക്കി മാറ്റുകയാണ്. ഇത് ആ ഐബൽ ഹോം തിയേറ്ററിൽ വന്നിരുന്ന ഒരു 8 ഇഞ്ച് വൂഫറാണ്. അത് സബ് വൂഫർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഐബൽ കമ്പനിയുടെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ഒരു വൂഫർ ആയിരിക്കാം. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ച് ആണ് നമ്മൾ ആ സിലിണ്ടർ സബ് വൂഫർ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിലേക്ക് ഉപയോഗിക്കുന്ന നമ്മൾ 7294 എന്ന് പറഞ്ഞ ഒരു ബോർഡാണ്. ഈ ബോർഡിൽ ഒരു സിംഗിൾ IC 7294 ആണ്. ഇതിന്റെ ഈ ഭാഗം ഇതിന്റെ സബ് വൂഫർ ഫിൽറ്ററും മറ്റേ ഭാഗം പവർ ആമ്പും ആണ്. ഇത് ഇതിന്റെ സിഗ്നൽ ഇൻപുട്ട് ആണ്. ഇത് സ്പീക്കർ ഔട്ട്പുട്ട് ഉള്ള ഇവിടുന്നാണ് ഈ സ്പീക്കറിന്റെ ഇടയിലുള്ളടത്താണ് സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത്. ഇത് അതിന്റെ സപ്ലൈ കൊടുക്കുന്ന സ്ഥലം +0 -. അതിനുപയോഗിക്കുന്ന ഇൻവെർട്ടർ ബോർഡാണ് ഈ കാണുന്നത്. 12 വോൾട്ട് ടു 27 വോൾട്ട് ഡുവൽ സപ്ലൈ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഇവിടെയാണ് ഔട്ട്പുട്ട് വരുന്നത് +-0. ഇവിടെ ഇതിന്റെ ഇൻപുട്ട് ബാറ്ററി എന്നുള്ള ഇൻപുട്ടാണ് ഈ കപ്പാസിറ്ററിന്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ കണക്ഷൻ ഇതിന്ന് ഇങ്ങനെയാണ് ഈ ബോർഡിലേക്ക് ആ ബോർഡിൽ നിന്ന് കണക്ട് ചെയ്യുക. നമ്മൾ ആദ്യം പവർ സപ്ലൈന്റെ വയറിംഗ് ചെയ്യാം. അപ്പൊ ഈ 3 വയറാണ് നമ്മൾ ഇൻപുട്ടിന് വേണ്ടിയിട്ട് സപ്ലൈ ഇന്നിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ 2 പോസിറ്റീവും നെഗറ്റീവും ഒരു സ്വിച്ചും. ഈ മഞ്ഞ സ്വിച്ച് ബ്ലാക്ക് നമ്മൾ ഗ്രൗണ്ടിൽ കൊടുക്കുക, റെഡ് ഡയറക്റ്റ് സപ്ലൈ കൊടുക്കുക, അതായത് പോസിറ്റീവ് കൊടുക്കുക. അപ്പൊ അതോടെ നമ്മളെ ഇൻപുട്ട് റെഡി ആയി. ഇനി നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് പറയുന്നത് ഡുവൽ സപ്ലൈ ആയിരിക്കും. അപ്പൊ ഇവിടെ നെഗറ്റീവ് ഫ്രണ്ടിൽ ഈ ഭാഗത്ത് ഈ നെഗറ്റീവ് എഴുതിയ കാണാം. കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് ഉള്ള ഭാഗത്താണ് നെഗറ്റീവ്, മറ്റേത് പോസിറ്റീവ് ആണ്. രണ്ടിന്റെയും കൂടെ ആ സെന്ററിൽ കോയിലിൽ സെന്റർ വരുന്നത് ഗ്രൗണ്ട് ആണ്. നമ്മൾ ഈ 3 വയർ എടുത്തിട്ടുണ്ട്. ഇതിവിടെ കണക്ട് ചെയ്യാം. വൈറ്റ് നെഗറ്റീവ്, റെഡ് പോസിറ്റീവ്, ബ്ലാക്ക് ഗ്രൗണ്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് അതേപോലെ നമ്മൾ ഈ പോയിന്റിൽ ഇവിടേക്ക് അതിന്റെ കണക്ഷൻ കൊടുക്കുക. അതിന് ആദ്യം നമ്മൾ നോക്കി മാർക്ക് ചെയ്താൽ നമുക്ക് കണക്ഷൻ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ കണക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ സിഗ്നൽ ഇൻപുട്ട് ഇങ്ങനെയുള്ളൊരു കോഡ് ഷീൽഡ് വെയർ ഉപയോഗിച്ചുണ്ടാക്കിയതാണ് ഈ കോഡ്. ഇത് നമുക്ക് ഒരു RCA ഫീമെയിൽ സോക്കറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ വയറിംഗ് കണക്ഷൻ ഒക്കെ കൊടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ആ സിഗ്നൽ ഇൻപുട്ടിന്റെ ഭാഗമുണ്ട് അവിടെ കൊടുക്കുക. റെഡ് ലെഫ്റ്റ്, ബ്ലാക്ക് റൈറ്റും ഷീൽഡ് ഗ്രൗണ്ടും ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമ്മൾ വോളിയം കൺട്രോളിനുള്ള ഒരു പീസ് ഷീൽഡ് വയർ ഈ വോളിയം VC എഴുതി കാണാം അവിടെ കൊടുക്കുക. ഇത് പവർ ആംപ്ലിഫയർ ഭാഗമാണ്. മറ്റേത് സബ്വൂഫർ ഫിൽറ്ററിന്റെ ഭാഗമാണ്. അപ്പൊ അത് അതിൽ കൂടെ ഈ വോളിയത്തിൽ കൂടെ കയറിയിട്ട് വേണം പവർ ആംപിലേക്ക് എൻ്റർ ചെയ്യാൻ. ഇത് സ്പീക്കർ വയർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ 2 വയർ ഈ സ്പീക്കറിന്റെ ഏരിയയിൽ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാം. ഇനി വോളിയം കൺട്രോളിന്റെ വയർ കൊടുത്ത ഭാഗത്ത് ഷാഫ്റ്റ് മുന്നോട്ട് പിടിച്ചിട്ട് വലത് ഗ്രൗണ്ട്, സെന്റർ ഔട്ട്പുട്ട്, മറ്റേത് ഇൻപുട്ടാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ വോളിയം കൺട്രോൾ കണക്ഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ നമ്മൾ ഈയിലാണ് പോസിറ്റീവ് കൊടുക്കുന്നത്. ഇത് യെല്ലോ സ്വിച്ച് ആയതുകൊണ്ട് രണ്ടും കൂടി ഷോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ കൊടുക്കാൻ. അപ്പോ നമ്മൾ ഇതിന്റെ പവർ ഇൻപുട്ട് കൊടുക്കുന്നത് എത്ര നമ്മൾ കാണിക്കാം. നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കാം. അപ്പൊ ഇത് 14 വോൾട്ട് ആണ് നമ്മൾ ഇതിന്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നെഗറ്റീവ് കൊടുക്കുക. ഇനി സ്പീക്കർ കണക്ട് ചെയ്യുക. സ്പീക്കർ എന്ന് പറയുമ്പോൾ സബ്വൂഫർ ആണ്, അത് കണക്ട് ചെയ്യുക. എന്നിട്ട് പോസിറ്റീവ് കൊടുത്തതിന് ശേഷം സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഇൻപുട്ട് ടച്ച് ചെയ്താൽ ഇതുപോലെ സ്പീക്കർ വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള വോളിയം വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യുന്നത് കേൾക്കാം, പക്ഷെ കാണുന്നില്ലെങ്കിൽ നമുക്ക് കാണാം. പേപ്പർ ചാടിപ്പോയത് കാണാം. നമ്മുടെ കണക്ഷനുകളെല്ലാം കറക്റ്റാണ്, കംപ്ലൈന്റ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇതിനി ബോക്സിൽ ഫിറ്റ് ചെയ്യണം. അതിനാദ്യം നമ്മൾ ഈ സിഗ്നൽ ഇൻപുട്ട് ഇവിടുന്ന് ഊരിയെടുക്കണം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിന്റെ സിലിണ്ടർ ബോക്സ്. 12 ഇഞ്ച് വരെ കൊടുക്കാവുന്ന ബോക്സ് ആണ് ഇത്. വോളിയം ഔട്ട്പുട്ട് എടുക്കാനുള്ള ഹോൾസ്, സിഗ്നൽ ഇൻപുട്ട്, ഇത് 3ഉം പവർ സപ്ലൈ ആണ്. അതായത് പോസിറ്റീവ് നെഗറ്റീവ് സ്വിച്ച്. നമ്മൾ ഇനി വയർ ഇതിനൂടെ കണക്ട് ചെയ്തിട്ട്
ഫ്രണ്ടിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മളെ ബോർഡിന്റെ ഇൻപുട്ടിൽ പഴയ പോലെ ആ ഇൻപുട്ട് സെക്ഷനിൽ അവിടെ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യുക. വണ്ടി ആയതുകൊണ്ട് നല്ല ഇളകുന്ന സാധനം ആയതുകൊണ്ട് നല്ല ഉറപ്പിച്ച് ഫിറ്റ് ചെയ്യുക. ഇതുപോലെ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യുക. ഫിറ്റിങ് കഴിഞ്ഞ് ആ വയറൊക്കെ നമ്മൾ പുറത്തെ കയ്യിൽ കൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ ഈ റക്സിന്റെ ഉള്ളിൽ കൂടി നമ്മൾ ഒന്ന് വൃത്തിയായിട്ടുള്ള രൂപത്തിൽ എടുക്കുക. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ റക്സിൻ ഒട്ടിച്ചതിന് ശേഷം വേണം ബാക്കി കണക്ഷൻ വോളിയം ഒക്കെ കണക്ട് ചെയ്യാൻ. അടുത്ത നമ്മൾ വൂഫർ കണക്ട് ചെയ്യാം. കറക്റ്റ് ഇതിനു മുമ്പ് ഞാനൊന്ന് വെച്ച് ചെക്ക് ചെയ്താണ് ഈ വൂഫറിന്റെ മുകളിൽ. അപ്പൊ ഇതിനകത്ത് പഴയ ഹോം തിയേറ്റർ ഊരിയെടുത്ത അതേ സ്ക്രൂകൾ തന്നെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മൾ എയറോൾ ഇങ്ങനെ ഒരു PVC പൈപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ വാങ്ങിട്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഹൈറ്റിലുള്ള ഒരു എയറോൾ വാങ്ങിട്ടും. അപ്പൊ നമ്മൾ ഈ നീളം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PVC ഉപയോഗിക്കുന്നത്. ആ നീളത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് അതിന്റെ ട്യൂണിങ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ആവശ്യമുള്ള നീളം ഇട്ടിട്ട് വേണം ഇതുപോലെ കണക്ട് ചെയ്യാൻ. അവിടെ നല്ല സീറ്റിംഗ് ആയിട്ട് ടൈറ്റിൽ ഫിറ്റ് ചെയ്യാം. ഇനി വോളിയം കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു ക്ലാമ്പ് വെച്ച് വോളിയം കൺട്രോൾ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഗ്ലൂ വെച്ചിട്ട് ഫിറ്റ് ചെയ്യാം. ഇത് ബോർഡിന് പകരമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊരു നോബ് നമ്മൾ കൺട്രോൾ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് നോബ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ 8 ഇഞ്ച് സിലിണ്ടറിക്കൽ സബ്ബൂഫർ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് പ്ലേ ചെയ്ത് ഇതിന്റെ എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു വർക്കിംഗ് നമുക്ക് ഇങ്ങനെയുള്ള ബോക്സ് ഉപയോഗിച്ചുണ്ടാക്കാം. കാണാൻ അത്യാവശ്യം എയറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻവെർട്ടർ ബോർഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ വീട്ടിലെ ഹോം തിയേറ്ററുകൾ, കാറിലോ മറ്റു വണ്ടികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പല പവർ സപ്ലൈയിൽ വരുന്ന ഏതാ പവർ സപ്ലൈ ഇൻപുട്ട് വരുന്ന ഏതാന്ന് നോക്കിയിട്ട് അതാത് ഇൻവെർട്ടർ ബോർഡ് വാങ്ങി കണക്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെയുള്ള ഹോം തിയേറ്ററുകൾ ഏത് വേണമെങ്കിലും സബ്വൂഫർ ആക്കി മാറ്റാം. ഇതിൽ നമ്മൾ എല്ലാ ബോർഡും ചെയ്യേണ്ടി വന്നത് ഇതിൽ പഴയ ഹോം തിയേറ്ററിലുള്ള എല്ലാ ബോർഡുകളും കംപ്ലൈന്റ് ആണ്. പവറും പ്രോഗ്രാമും എല്ലാം ഡെഡ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നത്. പിന്നെ ഒരു അപ്ഡേറ്റ് ആയ രൂപം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിലിണ്ടറിക്കൽ ബോക്സ് ഉപയോഗിച്ചു. പിന്നെ ബാക്കിൽ അങ്ങനെ ആ ഹോൾസ് ഇട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ അസംബിൾ ചെയ്യാന്ന് പറയുന്നത് ഒരു റെഡി ബോർഡ് വാങ്ങി ഫിറ്റ് ചെയ്യുമ്പോൾ ഉള്ളതുപോലെയല്ല. റെഡി ബോർഡ് വാങ്ങുമ്പോൾ ഒരു സ്ക്വയർ ബോർഡ് പാനൽ അടക്കം വരും. അപ്പോൾ അത് അവിടെ കട്ട് ചെയ്ത് സ്ക്രൂ ചെയ്ത് സ്പീക്കർ കണക്ട് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ അസംബിൾ ചെയ്യാന്ന് പറയുന്നത് വേറെയാണ്. അത് നമ്മൾ അതിന്റെ ഓരോ കണക്ഷനും നമ്മൾ തന്നെ കൊടുത്ത് ചെയ്യുന്നതാണ്. നമുക്ക് വേണ്ട ഔട്ട്പുട്ടിൽ നമുക്ക് വേണ്ട പവർ സപ്ലൈ, നമുക്ക് വേണ്ട ഔട്ട്പുട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ കാണാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.